ശ്രീ മാണിസിക്കാപ്പൻ, പാലയുടെ സമീപകാല ചരിത്രത്തിലില്ലാത്ത വലിയ വെള്ളക്കുപ്പമുണ്ടായി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പൂർണ്ണമായും വെള്ളം ഇറങ്ങുന്ന അവസ്ഥ തന്നെയാണോ ഇപ്പം? സാധാരണ വെള്ളം പൊങ്ങിയാൽ ആ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ വെള്ളം ഇറങ്ങി പോകാറുണ്ട്. ഇത് ഇന്നലെ ഇറങ്ങിയ വെള്ളം വളരെ സ്ലോയിലാണ്, കയറിയ വെള്ളം വളരെ സ്ലോയിലാണ് ഇറങ്ങിപ്പോകുന്നത്. തന്നെ ഒരുപാട് വീടുകൾക്ക് കേടുപാട് പറ്റി, ഒരുപാടിടത്ത് മണ്ണിടിച്ചിലുണ്ടായി. പിന്നെ ആളുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ല, പക്ഷെ ഒരുപാട് വളർത്തു മൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ട്, മഴ വെള്ളത്തിൽ പെട്ടിട്ട്. ഈ പാലയിൽ സാധാരണ വെള്ളം വരുമ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ചുരുങ്ങിയ മണിക്കൂറുകളെ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ ഒരു ദിവസമൊക്കെ മാത്രം നീണ്ടു നിൽക്കുന്ന അനുഭവമായിരുന്നു. പക്ഷേ ഇതിപ്പം വെള്ളം ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ മീനച്ചിൽ 6-ലെ ജലനിരപ്പ് ഇപ്പോഴും അത് ഉയർന്നു നിൽക്കുന്നു എന്നൊരു പ്രശ്നം തന്നെയാണോ കാരണം? മീനച്ചിലാറിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് വെള്ളം ഇറങ്ങിപ്പോകാത്തത്. മീനച്ചിലാറ്, എന്റെ അഭിപ്രായം പറഞ്ഞാൽ നേരത്തെ ഞാൻ ഈ അഭിപ്രായം UDF നേതൃത്വത്തിനെ അറിയിച്ചിട്ടുള്ളതാണ്. 6ഉം തോടും അടിയന്തരമായി ക്ലീൻ ചെയ്യണം. 6ന്റെ 2 സൈഡിലും മരങ്ങൾ എടുത്ത് നിൽക്കുന്നു, ചേറും ചെടിയും മണ്ണും അടിഞ്ഞിരിക്കുന്നു. ഇത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും ഇതേ ദുരിതങ്ങൾ ഇതുപോലെ ഉണ്ടാവാം. ഒരു ഉരുള് പൊട്ടിയാൽ നേരെ വായ വെള്ളം കയറുക. ആ സാഹചര്യം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. ഒരുപാട് വൻ തുകകൾ നഷ്ടം വന്നിട്ടുണ്ട്. അവിചാരിതമായി വന്ന വെളുപ്പിന് 2:30-ക്കാണ് മേലിൽ നിന്ന് വെള്ളം വന്നത്. ഉരുൾപൊട്ടി 5 മണിയൊക്കെ ആയപ്പോൾ പാലയിൽ വെള്ളമായി കഴിഞ്ഞു. അതല്ലെങ്കിൽ സാധാരണഗതി മേളിൽ ഇങ്ങനെ ഉരുള് പൊറ്റുന്ന കാര്യങ്ങളോ പകലറിയുകയാണെങ്കിൽ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാവില്ല. ആളുകൾക്ക് സാധനങ്ങളൊക്കെ മാറ്റാൻ കഴിയുമായിരുന്നു. ഇത് ഒന്നും വയ്യാത്തൊരു സാഹചര്യത്തിലാണ് പെട്ടുപോയത്. ഇപ്പോഴും ആ വെള്ളം പല സ്ഥലത്തും ഇറങ്ങാതെ നിൽക്കുക. വ്യാപാരികൾ വലിയ നഷ്ടം നേരിടേണ്ട ഒരു അവസ്ഥ വരുന്നു അല്ലേ? വലിയ നഷ്ടം നേരിട്ടു. വലിയ നഷ്ടം. ഞാൻ മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ചറിയിച്ചു, പരിഹാരം ഉണ്ടാക്കാമെന്ന് വിളിക്കുകയും ചെയ്തു. ഈ പലപ്പോഴും താങ്കൾ സൂചിപ്പിച്ചു തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം തോന്നുന്നത്. അതായത് മീനച്ചിലാറെന്നല്ല, കേരളത്തിലെ എല്ലാ നദികളിലും വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവ് കുറയുകയാണ്. കാരണം അടിത്തട്ടിൽ മണ്ണ് മാറ്റുന്നില്ല, പൂർണ്ണമായും നികത്തപ്പെട്ടു പോകുന്നുണ്ട് പലയിടങ്ങളിലും. ഇതിൽ പലപ്പോഴും രാഷ്ട്രീയ വെല്ലുവിളിയും വിവാദങ്ങളും ഭയന്ന് പലരും കൈവെക്കാൻ മടിച്ചു പോണ ഒരു വിഷയം കൂടിയാണ്. ഇതിലൊരു ആർജവത്തോടെയുള്ള ഇടപെടൽ വേണം. അങ്ങനെ തന്നെയാണല്ലേ? ഞാനിവിടെ കൊല്ലപ്പള്ളി എന്ന പറഞ്ഞ സ്ഥലത്താണ് ആദ്യം വെള്ളം കയറുന്നത്. അവിടുത്തെ 3 തോട് ക്ലീൻ ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019. കഴിഞ്ഞ വർഷം വരെ വെള്ളം കയറിയില്ല. ഈ വർഷം വെള്ളം കയറി. കാരണം വീണ്ടും അതുപോലുള്ള തോടുകളിൽ ചേറും ചെളിയും മണ്ണും അടിഞ്ഞു കയറുന്നു. മരങ്ങൾ കിളുത്തു വന്നു. സാധാരണ പറമ്പിലിരിക്കുന്ന മരങ്ങൾ വളർച്ചയേക്കാൾ ഒരു 10 ഇരട്ടി പെട്ടെന്നാണ് ഇത് വളരുന്നത്. അപ്പൊ അടിയന്തരമായി ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസം മോൺസ് ജോസഫായിട്ട് ഉണ്ടായിരുന്ന യോഗത്തിലും ഞാൻ ഇത് ആവശ്യപ്പെട്ടാണ്. അതിനുള്ള ഫണ്ട് അലോട്ട് ചെയ്താലും ഒരു സംശയം വേണ്ട. ഇല്ലിക്കല്ല് മുതൽ പാലായിട്ട് ബൗണ്ടറി ചെറുപ്പങ്ങൾ വരെയുള്ള 6 തോടും ക്ലീൻ ചെയ്താൽ ഒരു 200 കോടി രൂപയുടെ കല്ലും മണ്ണും ഗവൺമെന്റ് കിട്ടും. ജനങ്ങൾക്ക് അതേസമയം വെള്ളവും കിട്ടും. മറ്റേത് 4 മഴ പെയ്ത് വെള്ളം കയറി 10-15 അടി വെള്ളം ആറ്റിൽ വന്നു കഴിഞ്ഞാൽ 2 ദിവസം വെയിൽ വന്ന് അന്നേരം നേരെ താഴുക. ഇതൊരു 3 അടിയിലേക്ക് താഴുക. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റും. മുൻ സർക്കാരും ഇത്തരം ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഡാമിലെ പോലും മണൽ മാറ്റാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടി. ഈ സർക്കാർ അത് ചെയ്തിരിക്കും, സംശയം വേണ്ട. ഓക്കെ, വളരെ നന്ദി ശ്രീ മാണിസിക്കാപ്പൻ. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രസക്തമായ വിഷയമാണ്. നമ്മൾ ഗൗരവത്തോടെ ഇനി കേരളം ചർച്ച ചെയ്യേണ്ടതുമായ ഒരു വിഷയം കൂടിയാണത്. കാരണം കേരളത്തിലെ നദികളിലെ ജലനിരപ്പ് അത് ഒരു ചെറിയ മഴ പെയ്യുമ്പോഴും നദികൾ കരകവിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന വലിയ മണൽ ശേഖരവും മണ്ണ് ശേഖരവും എക്കൽ ശേഖരവും ഒക്കെയാണ്. അതെടുത്ത് മാറ്റണം. നദികളുടെ ഡെപ്ത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്ന സാഹചര്യം കൂടിയാണ് ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.